എന്റെ അമ്മോ, വിശന്ന് കണ്ണും കാതൊന്നും കേൾക്കാൻ വയ്യാതായി പോയി. എങ്ങനെ ജാക്കി കയ്യിൽ വാങ്ങിച്ചെന്നോ ടയർ മാറ്റിയെന്നോ എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അമ്പോ, ഇപ്പൊ മനസ്സിലായി, ഈ കഞ്ഞിയും കറിയും വെക്കൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രയാസമുള്ള ജോലി ഇതാണ്. അതുപോലെ തന്നെ സുഗുണ കാറോടിക്കല് പോലുള്ള കാര്യങ്ങള്. കാറ് കയറി സ്വിച്ചിട്ടാ കാറോടും, അതാർക്കും അറിയാം. പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങൾ അറിയാനാ പ്രയാസം. അതെ, ടയർ മാറ്റാനും കാർ ഇളക്കി മാറ്റാനും കൂടുതൽ കഴിവ് പുരുഷന്മാർക്ക് തന്നെയാ. നിങ്ങൾ പറയണ ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരൂല. ചോറ് വെക്കല്, അതിന്റെ അയലത്ത് വരൂല കാർ ഓടിക്കല്. പെണ്ണുങ്ങളെ ജോലി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. അയ്യോ, ഏറ്റവും പാവനവും. എന്റെ അമ്മോ, വയറു വശന്ന് ഞാൻ ആവിയായിട്ട് പോവുമായിരുന്നു. വിഷമിക്കാതെ വിഷമിക്കാതെ സുഗുണേട്ടാ. ഞാൻ ഉള്ളു തട്ടിയാണ് പറയണത്. നേരത്തെ ഭയങ്കര ജാടവർത്താനം പറഞ്ഞില്ലേ, അതിലെനിക്ക് അതിശയകരമായ നാണക്കേട് ആത്മരോഷവും തോന്നുകയാണ്. ഏയ്, അങ്ങനെ പറയരുത്. ഇപ്പൊ വർത്താനം പറഞ്ഞ ഞങ്ങളാ ആണുങ്ങളെ അങ്ങേ അറ്റം അവഗണിച്ചു. അത് പറയരുത്. തെറ്റ് ചെയ്ത് ഞാൻ, എന്നിട്ട് കുറ്റം ഏറ്റെടുക്കണം നിങ്ങള്. ഞാൻ സമ്മതിക്കൂല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. അടുക്കള ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട്. ആണുങ്ങളുടെ അധ്വാനത്തിനും മഹത്വമുണ്ട്. കറക്റ്റ് പോയിന്റ്. കയ്യിൽ താണ്ട ആഹാരത്തിന്റെ അവശിഷ്ടം ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കൈയടിക്കുമായിരുന്നു. ഒന്ന് തന്നേ. ആരാ നരേന്ദ്രൻ? ഞാനാ. ഞാൻ സ്റ്റേഷനിൽ നിന്നാ. ഒന്നങ്ങോട്ട് വരണം. എന്താ കാര്യം? കേസുണ്ട് വണ്ടി ഇടിച്ചതിന്. വണ്ടി ഇടിച്ചോ? ആരെ? ആ, അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നിങ്ങളുടെ കാറിന്റെ നമ്പർ എത്രയാ? അത് KL01Q7776 ഇതല്ലേ? അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. 26-ാം തീയതി പകൽ 11 മണിക്ക് നിങ്ങളുടെ വണ്ടി ഒരു ചെറുപ്പക്കാരനെ ഇടിച്ചു. എന്നിട്ട് നിർത്താതെ കടന്നു കളഞ്ഞു. പരാതി തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തണം. എന്നാ ശരി. എന്താ കാര്യം? എന്താ? ഞങ്ങളുടെ കാർ ആരും ഇടിച്ചത്ര, അതുകൊണ്ട് സ്റ്റേഷനിൽ ചെല്ലണമെന്ന്. എന്നാ സംഭവം? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അല്ല, അപ്പോ ഈ പറഞ്ഞ ദിവസം കാർ എടുത്തിട്ടേ ഇല്ല. ആരെങ്കിലും ഇനി കള്ളക്കേസ്? ചുമ്മാ ഇരിക്കളേ. കാര്യം പറയണല്ലേ, എന്തോ പ്രശ്നം? നരേന്ദ്രന്റെ കാർ ആരും ഇടിച്ചെന്ന് പറഞ്ഞ് കേസായെന്ന്. എന്നിട്ട് നിർത്താതെ പോയി കളഞ്ഞത്ര കഴിഞ്ഞ 26-ാം തീയതി. അതിപ്പോ കഴിഞ്ഞു. അളി ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട അളിയാ. എന്തോന്ന് വിഷമിക്കണ്ടെന്ന്? പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് കേസെടുത്തിരിക്ക. അല്ല, അത് അളി ആരാ ഇടിച്ചത്? ഞാനന്ന് കാർ എടുത്തില്ലെന്നേ. അയ്യോ, അതിപ്പോ ഭയങ്കര പ്രശ്നമാവുമല്ലോ. ഇത് ആരിത് നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരത്തുന്നത്? അവന്റെയൊക്കെ കണ്ണ് പൊടിഞ്ഞോണ്ട്. അളിയാ, ഇനിയിപ്പോ വന്നത് നമുക്കേ പോലീസിന് കൈക്കൂലി എടുത്തത് അങ്ങ് ഒതുക്കി തീർക്കാം. ചിലപ്പോ ആളെ ഓർമ്മിക്കാതെ ആയിരിക്കും ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കുമെന്ന്. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നരേന്ദ്രൻ ഉറപ്പായിട്ട് പറഞ്ഞല്ലോ. അത് തന്നെ. പക്ഷെ ഓർമ്മിക്കാതെ എന്തെങ്കിലും ഒരു അപകടം വരെ എത്ര സമയം വേണം? അളിയൻ പോണം. ഞാനിപ്പോഴും പറയണത്, ഒന്നുകിൽ പോലീസിന്, അല്ലെങ്കിൽ അളിയൻ ഇടിച്ചിട്ട ആളിന് കൈക്കൂലി കൊടുത്ത് പ്രശ്നം ഒതുക്കുക. അളിയൻ പോണം, ചെല്ലണം. വൈകിട്ട് വന്നിട്ട് നമുക്ക് പ്രശ്നം ചർച്ച ചെയ്യാന്ന്. പോണം. നരേന്ദ്രൻ ധൈര്യമായിട്ടിരിക്കും. സ്റ്റേഷനിൽ വേണം ഞാനും വരാം. വേണ്ട, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. പോകുമ്പം കുറച്ച് കൈക്കൂലിയുടെ കയ്യിൽ വെച്ച് വേണേ. എന്നാ സംഗതിയൊക്കെ ഓക്കെ. സംഭവിച്ചു പോയില്ലേ? കഷ്ടം, ശ്രദ്ധയില്ലാതെ ആരെ കൊണ്ട് ഇടിച്ചാണ്. എന്ത് ചെയ്യാ? എന്താ സുഗുണേട്ടാ, ചേട്ടൻ ആരോട് സംസാരിക്കുന്ന പോലെ കേട്ടു? അല്ല, അത് വാറണ്ടോ എന്ന് വെച്ചാ ഒന്നുമില്ല. സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലണമെന്ന്. ഏത് സ്റ്റേഷൻ? മറ്റേ സ്റ്റേഷൻ തന്നെ. ഈശ്വര, അതിന് ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തെന്ന്? നിന്റെ ചേട്ടൻ കാർ കൊണ്ടുപോയി ആരുടെ ദേഹത്തിടിച്ചു, എന്നിട്ട് നിർത്താതെ അങ്ങ് വലിഞ്ഞു കളഞ്ഞു. അതെ, വേറെ ആരും കണ്ടില്ലെങ്കിലും അങ്ങ് മേളിലൊരാൾ കണ്ടോണ്ടിരിക്കല്ലേ. പുള്ളിക്കാരനെ കണ്ണുപിടിക്കാൻ പറ്റില്ലല്ലോ. നരേന്ദ്രേട്ടൻ കാർ കൊണ്ടുപോയി ആരെ ഇടിച്ചെന്നോ? അങ്ങനെയാണെങ്കിൽ ഏട്ടനത് പറയാതിരിക്കില്ലല്ലോ. അല്ല, അയ്യോ,
സുഗുണേട്ടന് അന്ന് ഏയ്, നോക്ക്, നിന്റെ കഴുത്തിൽ താലി ചേർത്തവനെ ജയിലിൽ കയറ്റരുത്. അപ്പ അന്ന് സുഗുണേട്ടന്റെ ശ്രദ്ധ കുറവുണ്ട് ആ അപകടം അതിന്റെ ഈശ്വര. അപ്പൊ സുഗുണേട്ടന്റെ പകരം നരേട്ടനെ ഞാൻ ജയിലിൽ കയറണോ? അതാണോ നിന്റെ ആഗ്രഹം? പറയേ. ഈ കുറ്റം ഏറ്റെടുത്ത് ഞാൻ ഇരുമ്പഴിക്ക് പുറകിൽ പോകാം. ഗോതമ്പുണ്ടതിനാടി ജയിലിലെ ഇരുട്ട് മുറിയിൽ പരിപരുത്ത തറയിൽ പായും തലേണയില്ലാതെ ഉറങ്ങാം. വാർഡന്മാരുടെ ആട്ടും തുപ്പ് കേൾക്കാടി കൊടിയ മർദ്ദനവും സഹിക്കാം. പറ. പിന്നെ 5 വർഷം കൂടുമ്പോ ഒരാഴ്ച പരോളിലിറങ്ങി പുറത്തു വരാം. വേണോ? അരുത്, അങ്ങനെയൊന്നും പറയരുത്. പക്ഷെ നരേട്ടൻ ചെയ്യാത്ത കുറ്റത്തിന് എടി, മറ്റൊരു സാധുവിനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുക, അത് ലോകത്തുള്ള എല്ലാ ത്യാഗികളുടെയും ധർമ്മമാണ്. ഗാന്ധിജി, ബുദ്ധൻ, അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ദുഃഖം സഹിച്ചവരാണ്. എന്ന് വെച്ചാ നരേട്ടൻ ഗാന്ധിജിയെ പോലെയും ബുദ്ധനെ പോലെയൊക്കെ അതെ, വെറും ഒരു യുഡി ക്ലാർക്കായ നിന്റെ ചേട്ടൻ ഞാൻ കാരണം ഒരു വലിയ മഹാനായി മാറാൻ പോവുകയാണ്. ഈശ്വര. പിന്നെ ഒരു കാര്യം, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ഞാൻ കാരണമാണ് അളിയൻ ഇത്രയും ഉയർന്നതെന്ന് അളിയൻ പോലും അറിയാൻ പാടില്ല. അത് നീ എനിക്ക് സത്യം ചെയ്തു തരണം. എന്റെ ഭർത്താവിന്റെ മഹത്വം ലോകം മുഴുവൻ അറിയണമെന്നാ എന്റെ ആഗ്രഹം. എടി, അത് പാടില്ല. നീ കേട്ടിട്ടില്ലേ, കായ്കൾ വന്ന് നിറയുമ്പോ മരങ്ങൾ തലകുനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളും അതുപോലെ ആയിരിക്കണം. വലുതാവും തോറും ചെറുതായി കൊണ്ടിരിക്കണം. എങ്കിൽ ശരി, ഞാൻ ആരോടും പറയില്ല. നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് ഈശ്വരൻ നമുക്ക് പ്രതിഫലം തരാതിരിക്കില്ലേ? സത്യമാണോ വിശ്വട്ടാ? പോലീസ് വന്നെന്നോ, വാറണ്ട് ഉണ്ടെന്നോ, അറസ്റ്റ് ചെയ്യുന്നോ? അതിന് നിനക്ക് സന്തോഷമാണല്ലോ. ഓ, സ്വാമി വിശ്വാനന്ദന്റെ സാരോപദേശം തുടങ്ങാൻ പോകുന്നു. അതെ വിശ്വട്ടാ, നമ്മൾ കാർ എടുത്ത ഉടനെ അവളും ചാടിത്തുള്ളി കാർ എടുത്തു. വാശിക്ക് വാശി കാണിച്ചതിനെ ദൈവം കയ്യോടെ കൊടുത്ത ശിക്ഷയാ. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു. ഇപ്പതേ കയ്യോടെ അപ്പ കൊടുക്കും ശിക്ഷ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനും ഓഫീസിൽ പോണ്ടതായിരുന്നു. ഓ, അവൾ ഈ ന്യൂസ് അറിയുമ്പോ ഞാനും അവിടെ അടുത്ത് വേണ്ടതായിരുന്നേ. കഷ്ടമാണ് സതി ഇങ്ങനെയൊക്കെ പറയുന്നത്. അയ്യോ പിന്നെ മഹാ കഷ്ടം. സ്റ്റേഷനിൽ നിന്ന് ആള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അയ്യോ, കാശ് തന്നില്ല. എന്താ കാശ് തന്നില്ല. കാശോ? ഏത് കാശ്? ദാ. ബാക്കി വേണ്ടേ? ബാക്കി. അയ്യോ! എന്റെ അമ്മോ, എന്താ ഇത്? അതെ, നരേട്ടൻ പാവാ. ഒരു ഈച്ചയെ പോലും നോവിപ്പിച്ചിട്ടില്ല. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നാട്ടുകാരോടും അയൽവക്കക്കാരോടൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളൂ. ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നാൽ പരമാവധി സഹിച്ചു ഒഴിഞ്ഞു മാറും. ഇല്ല, അങ്ങനെ നരേട്ടനെ ലീലാവതി സമ്മതിക്കില്ല അറസ്റ്റ് ചെയ്യാൻ. ലോകത്തുള്ള സകല പോലീസും വരട്ടെ, സകല പട്ടാളം വരട്ടെ, ലീലാവതി ഒറ്റയ്ക്ക് അവരെ നേരിടും. ആധിപത്യ ശക്തിയിലെ പണ്ട് കണ്ണകി മധുരാപുരി ദഹിപ്പിച്ചു. ലീലാവതി അതേ ശക്തിയിലെ സകല പോലീസുകാരെ ദഹിപ്പിച്ചു കളയും. നോക്കോ. സാറേ, സാറേ, എവിടെ എവിടെ സാറേ? എന്റെ നരേട്ടൻ എവിടെ സാറേ? നരേന്ദ്രൻ ഇവിടെ ഇല്ല. അയ്യോ, എവിടെ പോയി? നരേന്ദ്രൻ വക്കീലിനെ കാണാൻ പോയിരിക്കുക. ആ, ഒരു വക്കീലും വേണ്ട, ഞാൻ വാദിക്കും. വക്കീലുമാര് കാശിന് വേണ്ടി വാദിക്കുന്നേ. ലീലാവതി വാദിക്കുന്നതേ ജീവിതത്തിന് വേണ്ടിയാ. ജീവിതത്തിന്. ആ, കാശിനേക്കാൾ എത്രയോ മുകളില ജീവിതം. അപ്പോ എന്റെ വാദത്തിനായിരിക്കും ശക്തി. സാറേ, എന്റെ നരേട്ടൻ പാവം. നരേട്ടൻ ആരും ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി, ചേച്ചി അവിടെ നിൽക്കേ, നരേന്ദ്ര സാർ ഇപ്പൊ വരും. കരയാതെ കുട്ടി അവിടെ ഇരിക്കൂ. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. നരേന്ദ്രൻ ഇപ്പം വരും. നരേന്ദ്രൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇരിക്കൂ, ഇരിക്കൂ അവിടെ.